ഡിയേഴ്സ് മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ കരുണ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ണീനോട് പറയുന്നുണ്ട് മേഘേട്ടൻ്റെ പ്ലാനുകളൊക്കെ അതുപോലെ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തായാലും ആ കണ്ണൻ ഇല്ലാതായിട്ടുണ്ടാവും. അവൻ്റെ കൂടെയുള്ള ഒരു മാർക്കോയും ലോപ്പസും സാഗറൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇല്ലാതായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അവരെന്തായാലും തിരിച്ചു വരാൻ പോകുന്നില്ല. ഈ ഒരു മണ്ഡലമാസത്തിൽ തന്നെയല്ലേ അവൻ്റെ അച്ഛനും ഇല്ലാതായത്, അതുപോലെ തന്നെ ഈ ഒരു മാസത്തിൽ അവനും അങ്ങ് ഇല്ലാതാവട്ടെ. എന്തായാലും മേഘേട്ടൻ്റെ പ്ലാനുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, വർക്കായിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ഉണ്ണീനോട് കരുണ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് രാവിലെ തന്നെ അമ്മയും കരുണയും കൂടിയിട്ട് മഞ്ജുവിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ആ ഒരു പൊടി ആ ഒരു ചായലും കലർത്തി കൊടുത്തിട്ട് മഞ്ജുവിന് കൊടുത്ത കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ണീനോട് പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് മഞ്ജുവിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കരുണ പറയും മഞ്ജുവിന് എന്തായാലും ഒന്നും സംഭവിക്കില്ല, അവളുടെ വയറ്റിൽ വളരുന്ന ഒരു കുഞ്ഞിന് മാത്രമേ സംഭവിക്കുള്ളൂ. ഇനി എന്തായാലും ഈ വീട്ടിൽ ആദ്യമായിട്ട് ജനിക്കേണ്ടത് നമ്മുടെ കുഞ്ഞാണ്, നമ്മുടെ കുഞ്ഞ് മാത്രമേ ഇവിടെ ആദ്യമായിട്ട് ജനിക്കാൻ പാടുള്ളൂ എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ണീനോട് പറയുന്നുണ്ട്. ഉണ്ണിക്കാണെങ്കിൽ മഞ്ജുവിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ഭയം ചെറുങ്ങനെയുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്, കരുണനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നല്ലപോലെ നടന്നു കഴിഞ്ഞാൽ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്തിനും എൻ്റെയും ഉണ്ണേട്ടൻ്റെ പേരിൽ തന്നെ ആവണം. പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ആരും ഒരു അവകാശവും പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരാൻ പാടില്ല, മഞ്ജുവും വരാൻ പാടില്ല, മഹാലക്ഷ്മി വരാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കരുണ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ ഉണ്ണിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കാരണം ഇത്രയും കാലം അവിടെ ഒരു ജോലിക്കാരനായിട്ട് നിന്നിട്ടുള്ള ഒരാൾ ഇനി അവിടെയുള്ള മുതലാളിയാവാൻ പോകുമ്പോൾ അതിൻ്റെതായ സന്തോഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ണിക്കും ഉണ്ടാകുന്നുണ്ട്. മേഘനാഥൻ്റെ പ്ലാനുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രതാപൻ മുത്തശ്ശിനോട് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്തില്ല, കണ്ണൻ തിരിച്ചു വരില്ല. മഹാലക്ഷ്മി മാത്രമാണെങ്കിൽ മഹാലക്ഷ്മിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനായിട്ട് അവർക്ക് എന്തായാലും പറ്റും, അല്ലെങ്കിൽ അവളെ ഒതുക്കാനായിട്ട് എന്തായാലും പ്രതാപനും മുത്തശ്ശിക്കൊക്കെ പറ്റും എന്നുള്ള കാര്യത്തിൽ അവർക്ക് നല്ല ഉറപ്പുണ്ട്. അതുപോലെ തന്നെ അവരുടെ കരുണമോളും ഉണ്ണിയും ഒക്കെ എന്തിട്ടുണ്ടാവും, നല്ല രീതിയിൽ അവിടെ ജീവിക്കാനും അവർക്ക് മുതലാളിമാരാവാനുള്ള അവസരങ്ങളൊക്കെ ഇനി ഉണ്ടാവും എന്നൊക്കെ അവരിങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കണ്ണൻ തിരിച്ചു വരില്ല എന്നൊരു വിശ്വാസത്തോടെ എന്തിൻ്റെ അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദുർഗയും കരുണയും കൂടിയിട്ട് വേഗം അയ്യപ്പനെ കാണാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവർ ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരിക്കലും കണ്ണൻ തിരിച്ചു വരാൻ പാടില്ല, കണ്ണൻ ആ ഒരു യാത്രയിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഇല്ലാതാവണം. ഇനിയിപ്പോൾ എൻ്റെ മകൻ വേണം, ഉണ്ണി വേണം, എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ടും ആ വീടിനെ ഭരിക്കാനായിട്ടും ഉണ്ണി വേണം. പിന്നെ മഹാലക്ഷ്മിനെ എന്ത് ചെയ്യണം, ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കാൻ പറ്റണം എന്നൊക്കെയുള്ള ഓരോ പ്രാർത്ഥനകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരുണയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മുതലാളിമാരായിട്ട് ഉണ്ണിയും കരുണയും മാത്രമായിരിക്കണം എന്നൊക്കെയുള്ള പ്രാർത്ഥനകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഭഗവാനോട് ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് കരുണയും ദുർഗയും പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും എല്ലാ കാര്യവും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. മേഘേട്ടൻ്റെ അത്രയും വലിയൊരു പ്ലാനുകളല്ലേ ഇനിയിപ്പോൾ മേഘേട്ടൻ ചെയ്തത്, അതുകൊണ്ട് എന്തായാലും നമുക്ക് അതിനായിട്ടുള്ള ഫലങ്ങൾ എന്തായാലും ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ പ്രാർത്ഥിച്ചിട്ടായി അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണേട്ടൻ്റെ കാര്യങ്ങളൊന്നും അറിയാതെ ഭയങ്കര ആവലാതിപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ മഞ്ജു പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യേണ്ട, ഈ വീട്ടിൽ നിൽക്കേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, എൻ്റെ വീട്ടിലേക്ക് പോവാം. എന്നിട്ട് കണ്ണേട്ടന് വരുന്ന എപ്പോഴാണോ അപ്പം എന്ത് ചെയ്താൽ മതി, മഹാലക്ഷ്മി ഏട്ടത്തി ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മഹീനെയും കൊണ്ട് മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് മഞ്ജു കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, മഹിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. ഇതുവരെ കണ്ണേട്ടന് എന്തിട്ടുള്ള ഒരു മെസ്സേജോ ഗോളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മഹി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്ന് ഫോണൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, കണ്ണേട്ടന് എന്തെങ്കിലും ഒരു വിവരങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ അറിയാനായിട്ട് ഫോണൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊമോ റിവ്യൂവിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.